ഇന്നലകളില്ലാതെ ഭാഗം 9. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരാഴ്ചയായി സേതു ഷോപ്പിൽ വന്നിട്ട്. പുതിയ എക്സ്പോർട്ട് ബിസിനസ് ആവശ്യത്തിന് പല സ്ഥലത്തും ഓട്ടത്തിലാണ്. ഹരിയുമായിട്ട് കോയമ്പത്തൂർ പോയി, ഇടയ്ക്ക് ഡൽഹിയിലും പോയി. വിഷ്ണുവും മറ്റുള്ള കൂട്ടുകാരും കൂടി ബിൽഡിംഗ് ഫർണിഷിംഗ് ജോലി ചെയ്യുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ ഉദ്ഘാടനമാണ്. വർക്കിൻ്റെ കാര്യത്തിൽ അവൻ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. സേതു ഉച്ചയായപ്പോൾ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗായത്രിയെ കാണാനുള്ള കൊതി കൊണ്ട് എല്ലാം വിട്ട് വീട്ടിൽ പോലും പോകാതെയാണ് അവൻ ഓടിച്ചെല്ലുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോഴാണ് വെഡ്ഡിംഗ് സെക്ഷനിൽ ഒരു വെഡ്ഡിംഗ് സാരി ഉടുത്ത് ഡെമോ കാണിക്കാൻ ഒരുങ്ങി ഗായത്രി നിൽക്കുന്നത് കണ്ടത്. അവളെ ആ വേഷത്തിൽ കണ്ട് അവൻ കണ്ണു തള്ളി നിന്നു. എന്നാൽ പുറകിൽ നിന്നും കേട്ട കമന്റ് അവൻ്റെ കൺട്രോൾ കളഞ്ഞു. കല്യാണ പാർട്ടിയുടെ കൂടെ വന്ന ചെറുക്കന്മാര് അവളെക്കുറിച്ച് പറയുന്ന കേട്ട് അവന് ദേഷ്യം വന്നു. ഡെമോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് അവൾ തന്നെ നോക്കി നിൽക്കുന്ന സേതുവിനെ കണ്ടത്. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവൾ പകച്ചുപോയി. എത്ര ദിവസമായൊന്ന് കണ്ടിട്ട്. എന്നിട്ട് കണ്ടപ്പോൾ ആളുടെ കണ്ണിൽ തീയാണെന്ന് അവൾക്ക് തോന്നി. ഇതിപ്പോൾ എന്തിനാണാവോ എന്നവൾ പതിയെ പറയുകയും ചെയ്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള ഉത്തരം അവൾക്ക് കിട്ടി. ഗായത്രി, നിന്നെ സേതു സാറ് വിളിക്കുന്നു. ആതിരവെന്ന് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി. ദൈവമേ, ദേഷ്യത്തിലാണ്. എന്തിനാണാവോ? പിറുപിറുത്തുകൊണ്ട് അവൾ സ്റ്റെപ്പ് കയറി. കുറച്ചു നാളായി മുന്നിൽ ചെന്ന് പെടാതെ നിൽക്കുന്നു. എത്ര ഒഴിഞ്ഞു മാറിയാലും എപ്പോഴും ആ കണ്ണുകൾ പുറകിലുണ്ടെന്നറിയാം. പേടിച്ചിട്ട് തോട്ടിൽ പോകുന്നത് പോലും നിർത്തി. വൈകിട്ട് വിളക്ക് വെക്കുമ്പോൾ ആ ജനലരികിൽ നോക്കി നിൽക്കുന്നുണ്ടാകുമെന്നറിയുന്നത് കൊണ്ട് നാമം ചൊല്ലുന്നതും മാറ്റി. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള അർഹതയില്ല. തൻ്റെ ജീവിതത്തിൽ മായ്ക്കാൻ കഴിയാത്ത കറ വീണു കഴിഞ്ഞു. ഇനി അത് മായ്ക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. പാവമാണ്. ഒരുപാട് വേദനയും അപമാനവും നേരിട്ടതാണ്. ഇനി താനായിട്ട് കൂടി വേണ്ട. ആ തല ഇനിയും കുനിയാൻ പാടില്ല. അത് ചിന്തിച്ചുകൊണ്ട് ഗായത്രി സേതുവിൻ്റെ ക്യാബിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഒരു ദീർഘശ്വാസം വിട്ടു. സർ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? അവൾ ഡോറ് പതിയെ ഒന്ന് മുട്ടി. വാ, കയറി വാ. സേതു അലറുന്ന പോലെ പല്ല് കടിച്ചുകൊണ്ട് പതിയെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ മേശയിൽ മിഴിയൂന്നി നിന്നു. ആരുടെ ഉത്തരവാദിത്തമാണ് ഡെമോ കാണിക്കുന്നത്? അത് സാന്ദ്രയുടെ. അവൾ പതിയെ പറഞ്ഞു. പിന്നെ നീ എന്തിനാ നിന്നേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ ആ കുട്ടിക്ക് സുഖമില്ലായിരുന്നു. ആ കുട്ടിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് നീ എന്തിനാ നിൽക്കുന്നേ? നീ എന്തിനാ നിൽക്കുന്നേന്ന് അവൻ ദേഷ്യം കൊണ്ട് മേശയിൽ കൈയടിച്ചുകൊണ്ട് ചോദിച്ചു. ഗായത്രിയുടെ കണ്ണ് നിറഞ്ഞു. സാർ, ഇനി ഞാൻ ചെയ്യില്ല. സോറി. ആ, ഓക്കെ, ഇനി ആവർത്തിക്കരുത്. പെട്ടെന്ന് സേതു അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. നിന്നോട് ആരാടി പറഞ്ഞത് ഡെമോ കാണിക്കാൻ നിൽക്കാൻ? അതുകൊണ്ടല്ലേ അവന്മാരിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എൻ്റെ പെണ്ണിൻ്റെ ഭംഗി ഞാൻ ആസ്വദിച്ച പോരെ? എനിക്ക് കാണാനുള്ളത് ഞാൻ മാത്രം കണ്ടാൽ മതി, അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു. ഗായത്രി അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഷോക്കിൽ നിന്നും വിട്ടുമാറിയില്ല. അവൾ പെട്ടെന്ന് മാറി നിന്നു. സാർ, ഞാൻ പൊക്കോട്ടെ? അവൾ സേതുവിനെ നോക്കാൻ മടിച്ചു. ആ, പിന്നെ ആ സാരി മാറ്റിവെച്ചേക്ക്, സേതു അവളെ നോക്കി പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, അവരത് സെലക്ട് ചെയ്തു. ഗായത്രി പെട്ടെന്ന് പറഞ്ഞു. അത് ഡാമേജ് ആണെന്ന് പറഞ്ഞാൽ മതി, സേതു നിസ്സാരമായി പറഞ്ഞു. അതെൻ്റെ പെണ്ണിന് വേണം, അത് അവക്കേ ചേരൂ. ഗായത്രി സ്വപ്നലോകത്തെന്ന പോലെ അവിടെ നിന്നും ഇറങ്ങി. മോനെ സേതു, നീ എത്ര ദിവസം കൂടിയിട്ടാണ് ഒന്ന് വന്നത്? ഇനിയും നാളെ പോകണോ? എനിക്കിവിടെ തനിയെ പറ്റില്ല. നീ എനിക്കൊരു കൂട്ടുതാ, പിന്നെ ഞാൻ പരാതി പറയില്ല. കൂട്ടുതരാലോ? എത്രയും വേഗം തരാം. മുത്തശ്ശിയുടെ പരാതി ഞാനങ്ങ് തീർത്തേക്കാം. പിന്നെ ഞാനൊരാളെ കൊണ്ടുവരും. അപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാലാ, സേതു കുസൃതിയോടെ പറഞ്ഞു. ആരാടാ കുഞ്ഞാ? എനിക്കറിയാവുന്ന കുട്ടിയാണോ? നല്ല തറവാട്ടുകാരാണോ? അവരാകാംക്ഷയോടെ ചോദിച്ചു. അതെന്താ, നല്ല തറവാട്ടുകാരാണെങ്കിൽ മാത്രമേ മുത്തശ്ശി സമ്മതിക്കുള്ളൂ? അതല്ല മോനെ, എന്നാലും കുലമഹിമ നോക്കണ്ടേ?
അടുത്ത തലമുറ നിന്നിലൂടെയല്ലേ നിലനിൽക്കൂ. അതാ ഞാൻ. മുത്തശ്ശി അവരുടെ പ്രൗഢി പറഞ്ഞു. ഓ പിന്നെ 3 എൻഗേജ്മെന്റ് വരെ എത്തിയത് നല്ല തറവാട്ടിന്നാ. എന്നിട്ടിപ്പോൾ എന്തായി? ഞാൻ എല്ലാവരുടെയും മുന്നേ നാണം കിട്ടില്ലേ, പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ. അതെനിക്ക് മറക്കാൻ കഴിയില്ല. അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇനിയൊരു തെറ്റ് പറ്റില്ലെന്ന്. സേതു മുത്തശ്ശിയുടെ മടിയിൽ നിന്നും എണീറ്റ് അവരെ നോക്കി. ഇല്ല കുഞ്ഞാ, എനിക്ക് നീ ആരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. അതൊക്കെ പോട്ടെ, അവളേതാ നീ പറയേ. അവരവൻ്റെ മുഖം കയ്യിലെടുത്ത് കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അത് ആദ്യം അവൾക്കിഷ്ടമാണോന്ന് പറയട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അവൻ ചിരിയോടെ പറഞ്ഞു. സുന്ദരിയാണോ? പിന്നെ നല്ല സുന്ദരിയാ. അവൻ ഗായത്രിയെ ഓർത്തുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ആ ഗായത്രി മോളില്ലേ, അവളെപ്പോലെയാണോ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ, അവൻ കുസൃതിയോടെ പറഞ്ഞു. പിന്നെ മുത്തശ്ശിക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് പിന്നെ മുത്തശ്ശിയുടെ സപ്തതിയല്ലേ വരുന്നത്, അന്ന് എല്ലാവരും വരുമല്ലോ, അന്ന് പറയാം. അത് പറഞ്ഞുകൊണ്ട് സേതു എണീറ്റ് അകത്ത് കിടക്കാൻ പോയി. മുത്തശ്ശി അവൻ പോകുന്നത് നോക്കിക്കിടന്നു. പാവം കുട്ടി. അവൻ മുത്തശ്ശനെ പോലെയാ, ഇരുനിറത്തിൽ, ഉറച്ച ശരീരം, മുടി കുറച്ച് കയറിയിട്ടാണ്. അദ്ദേഹത്തിന് വയസ്സായപ്പോൾ കഷണ്ടി വന്നോ, അതുപോലെ ആകും ഇവനും. മിടുക്കനാണ്. ഏതെല്ലാം ബിസിനസ് തുടങ്ങി, എല്ലാം നല്ലപോലെ പോകുന്നു. പക്ഷേ തൻ്റെ മകന് മാത്രം സ്വന്തം മോനെ പിടിക്കില്ല. എന്തോ അവരെൻ്റെ കുഞ്ഞിനെ എന്നോ അകറ്റിയിട്ടേ ഉള്ളൂ. കുഞ്ഞിലെ വരുമ്പോൾ തന്നെ അവനോടുള്ള വേർതിരിവ് താൻ കണ്ടിട്ടുണ്ട്. നിറം കുറവാണെന്ന് പറഞ്ഞ് എങ്ങോട്ടും കൊണ്ടുപോയില്ല. സ്വന്തം മോനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ ആർക്കാ കഴിയുക? എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ പിന്നെ അവനെ എനിക്ക് കിട്ടുമോ? തനിയെ ജീവിച്ച ഏകാന്തതയിൽ ഡിപ്രഷനിലെത്തിയ സമയത്താണ് അവൻ തന്നെ തേടി വന്നത്. ഇപ്പോൾ 5 വർഷമായി. നോക്കാൻ ആരുമില്ലാതെ എല്ലാവരും കൂടി ബിസിനസ് എല്ലാം നശിപ്പിച്ച സമയത്താണ് അവൻ വന്നത്. എല്ലാം ഏറ്റെടുത്ത് നോക്കി. ഇപ്പോഴെല്ലാം നല്ലപോലെ പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അവൻ്റെ പേരിലാക്കി. ആരോടും പറഞ്ഞില്ല. അവനും അറിയില്ല. ഇത്തിരി ഈഗോയും ദേഷ്യവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പാവാണ് എൻ്റെ കുട്ടി. അവൻ കാത്തിരിക്കുന്ന കുട്ടിക്ക് അവനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റിയാൽ മതി. ആരാണെന്ന് മാത്രം പറഞ്ഞില്ല. കള്ളൻ. അനിയോട് ചോദിക്കണം. അവളോട് എന്തായാലും അവൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു ദിവസം കണ്ടുപിടിക്കും. മുത്തശ്ശി ചിരിയോടെ ഓർത്തുകൊണ്ടുറങ്ങി. എല്ലാവരും ഒരു പ്രാർത്ഥനയോടെ നിന്നു. മുത്തശ്ശി നടമുറിച്ച് അകത്തേക്ക് കടന്നു. കൂടെ എല്ലാവരും. പിന്നെ നിലവിളക്ക് കൊളുത്തി. അങ്ങനെ സേതുവിൻ്റെയും കൂട്ടുകാരുടെയും ദീർഘനാളത്തെ പ്രയത്നം സഫലമായി. എക്സ്പോർട്ടിംഗ് കമ്പനി വിചാരിച്ചതിലും നന്നായി തുടങ്ങാൻ പറ്റി. സേതു കമ്പനിയുടെ ഫുൾ ചുമതല ശ്രീഹരിക്കാണ് നൽകിയിരിക്കുന്നത്. ഫുൾ ഫൈനാൻസ് സേതുവിൻ്റെ ആണ്. അവന് മേൽനോട്ടം മാത്രം മതിയെന്ന് വെച്ചു. ഗായത്രിയും അനിതയും എല്ലാവരും ഉണ്ടായിരുന്നു. സേതു വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മുവിന് എക്സാം തുടങ്ങിയത് കാരണം അവൾ വന്നിട്ടില്ല. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.